സാവകാശം ലഭിച്ചതോടെ മുകേഷിന്റെ രാജിയിൽ അന്തിമ തീരുമാനമെടുക്കാതെ CPM ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച പോലും ചെയ്തില്ലെന്ന് സൂചന. സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടും സുഭാഷിണി അലിയും. മുകേഷിന്റെ ജാമ്യാപേക്ഷയിന്മേൽ ചൊവ്വാഴ്ച കോടതി എടുക്കുന്ന തീരുമാനം CPM-ന് നിർണായകം. ജാമ്യ ഹർജി പരിഗണിക്കുന്ന ജഡ്ജിക്ക് CPM ബന്ധമെന്ന് അനിൽ അക്കര. ജഡ്ജിയെ മാറ്റണമെന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് പരാതി നൽകി. പരാതിക്കാരിയായ നടിയുടെ മൊഴിയെടുത്ത് പോലീസ്. മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച് സംവിധായകൻ ആഷിഖ് അബു. സംഘടന വിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനുമായി പരസ്യമായി ഇടഞ്ഞതോടെ ഫെഫ്ക നേതൃത്വത്തിലുള്ളവർ കാപട്യം നിറഞ്ഞവരെന്ന് ആഷിഖ്. പ്രതിഫല പ്രശ്നത്തിൽ ഇടപെട്ടതിന് സിബി മലയിൽ 20% കമ്മീഷൻ ആവശ്യപ്പെട്ടെന്ന ആഷിഖ് അബുവിന്റെ ആരോപണം വ്യാജമെന്ന് ഫെഫ്ക. ആഷിഖ് അബുവിന്റെ വിയോജിപ്പ് വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയെന്നും വിമർശനം. മലപ്പുറം SP-ക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച് നിലമ്പൂർ MLA PV അൻവർ. SP ഓഫീസ് കോമ്പൗണ്ടിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയത് അന്വേഷിക്കണമെന്ന് ആവശ്യം. മുൻ SP സുജിത് ദാസ് മരം മുറിച്ചുകടത്തി. ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കാൻ നിലവിലെ SP ശ്രമിക്കുന്നു. ADGP MR അജിത് കുമാർ കൂട്ടുനിന്നു തുടങ്ങി പോലീസിനെതിരെ ഭരണപക്ഷ MLA ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. ആഭ്യന്തര വകുപ്പിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ CPM നേതൃത്വത്തിന് അതൃപ്തി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ DYFI നേതാവും അധ്യാപകനുമായ റിബേഷിനെതിരെ വകുപ്പുതല അന്വേഷണം. തോടന്നൂർ AEOയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തി. പോലീസ് കേസെടുത്ത പരാതിയിന്മേൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. നടപടി യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VP ദുൽകിഫിലിന്റെ പരാതി. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ കടുത്ത നിലപാടെടുത്ത് ഹൈക്കോടതി. തർക്കമുള്ള പള്ളികൾ ഏറ്റെടുക്കാൻ കലക്ടർമാർക്ക് നിർദ്ദേശം. ഏറ്റെടുക്കേണ്ടത് പുളിന്താനം, ഓടക്കാലി, മഴുവന്നൂർ, മംഗലം ഡാം, എരുക്കുംചിറ, ചെറുകുന്നം പള്ളികൾ. പള്ളികൾ ഏറ്റെടുത്ത ശേഷം റിപ്പോർട്ട് നൽകണം. വേണ്ടി വന്നാൽ പോലീസ് ഫോഴ്സ് ഉപയോഗിക്കാം. ജില്ലാ പോലീസ് മേധാവി കലക്ടർക്ക് വേണ്ട സഹായം ചെയ്യണമെന്നും കോടതി. സംസ്ഥാനത്ത് വീണ്ടും കനത്ത മഴ. 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്ന് നിർദ്ദേശം. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അറബിക്കടലിൽ അസ്ന ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ചുഴലിക്കാറ്റിന് പേരിട്ടത് പാകിസ്ഥാൻ. ഇന്ത്യൻ തീരത്ത് നിന്ന് ഒമാൻ തീരത്തേക്ക് ചുഴലിക്കാറ്റ് നീങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. JMM വിട്ട ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ BJP-യിൽ. റാഞ്ചിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, ജാർഖണ്ഡ് BJP അധ്യക്ഷൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. നരേന്ദ്രമോദിയെ വിശ്വസിക്കാൻ തീരുമാനിച്ചെന്ന് ചമ്പൈ. കൂടുതൽ പേർ എത്തുമെന്ന പ്രതീക്ഷയിൽ BJP. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചമ്പൈ സോറന്റെ വരവ് ഗുണം ചെയ്യുമെന്നും കണക്കുകൂട്ടൽ. മഹാരാഷ്ട്ര സിന്ധുദുർഗ് രാജ് കോട്ട് ഫോർട്ടിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ മാപ്പു പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറാഠ വികാരത്തിന് മുറിവേറ്റതിൽ ഖേദിക്കുന്നു. തല കുനിച്ചു മാപ്പു തേടുന്നുവെന്നും മോദി. പ്രധാനമന്ത്രിയുടെ മാപ്പപേക്ഷ പാൽഘറിൽ വാത്വാൻ തുറമുഖ പദ്ധതിക്ക് തറക്കല്ലിട്ട ശേഷം മാപ്പു പറച്ചിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതിനു പിന്നാലെ ശിവജിയുടെ പ്രതിമ മോദി അനാച്ഛാദനം ചെയ്തത് 8 മാസം മുമ്പ്. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തെ നന്നായി ന്യായീകരിച്ച് കമല ഹാരിസ്. ഗാസയിലെ സ്ഥിതി ഹൃദയഭേദകം, പക്ഷേ പ്രതിരോധം ഇസ്രായേലിന്റെ അവകാശം. ഹമാസിനെതിരായ അമേരിക്കയുടെ നിലപാടിൽ മാറ്റമില്ല. ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്ക. ഒക്ടോബർ 7 സമാനമായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഇനിയും കടന്നുപോകരുതെന്നും കമല ഹാരിസ്. പാരാലിമ്പിക്സിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യൻ വനിതാ താരങ്ങളുടെ മെഡൽ വേട്ട. നേടിയത് 4 മെഡലുകൾ. 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടി അവനി ലഖേര. ടോക്കിയോ പാരാലിമ്പിക്സിൽ നേടിയ 249.6 എന്ന റെക്കോർഡ് തകർത്താണ് സ്വർണ്ണ നേട്ടം. ഷൂട്ടിംഗിൽ മോന അഗർവാളിന് വെങ്കലം. വനിതകളുടെ 100 മീറ്ററിൽ പ്രീതി പാലിനും വെങ്കലം.